A preach from Genesis 1 in Malayalam. ഉൽപ്പത്തി ഒരു അടിസ്ഥാനമാക്കി ഒരു പ്രസംഗം, മലയാളം സെർമൺ. വിഷയം: ആരംഭത്തിൽ ദൈവം. വചനഭാഗം: ജെനസിസ് ഒരു മണി കൂടെ ഒരു മിനിറ്റ്. ആരംഭത്തിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആമുഖ്. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിലെ എല്ലാറ്റിനും ഒരു ആരംഭമുണ്ട്. എന്നാൽ ബൈബിൾ തുടങ്ങുന്നത് മനുഷ്യനോടല്ല, ഭൂമിയോടല്ല, ദൈവത്തോടാണ്. ആരംഭത്തിൽ ദൈവം എന്ന വാക്കുകൾ നമ്മെ ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം എല്ലാറ്റിനും മുമ്പിലുള്ളവനും എല്ലാറ്റിന്റെയും സൃഷ്ടാവുമാണ്. ഇന്ന് ഉൽപ്പത്തി ഒരിൽ നിന്ന് നമുക്ക് 3 പ്രധാന സത്യങ്ങൾ പഠിക്കാം. ഒരു, ദൈവം ശൂന്യതയിൽ നിന്നും മഹത്വം സൃഷ്ടിക്കുന്നവൻ. ഉൽപ്പത്തി ഒരു മണി കൂടെ 2 മിനിറ്റ്. ഭൂമി രൂപരഹിതവും ശൂന്യവും ആയിരുന്നു. അവിടെ ഇരുട്ട് ഉണ്ടായിരുന്നു, ശൂന്യത ഉണ്ടായിരുന്നു, ക്രമമില്ലായ്മ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അതിൽ പ്രവർത്തിച്ചു. നമ്മുടെ ജീവിതവും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. പ്രത്യാശ ഇല്ലാത്ത അവസ്ഥ, ബന്ധങ്ങളിൽ തകർച്ച, ആത്മീയ ശൂന്യത, ഭാവിയെക്കുറിച്ചുള്ള ഭയം. എന്നാൽ ദൈവം ശൂന്യതയിൽ നിന്നു പുതിയ സൃഷ്ടി ഉണ്ടാക്കുന്നവനാണ്. മനുഷ്യൻ അവസാനിക്കുന്നു എന്ന് പറയുന്നിടത്ത് ദൈവം ആരംഭിക്കുന്നു. പ്രയോഗം: ഇന്ന് നിങ്ങളുടെ ജീവിതം തകർന്ന നിലയിലായാലും ദൈവത്തിന് അതിനെ പുതുക്കാൻ കഴിയും. 2, ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയുണ്ട്. ഉൽപ്പത്തി ഒരിൽ പലവട്ടം കാണുന്ന വാക്ക്. ദൈവം അരുളി ചെയ്തു, അപ്പോൾ വെളിച്ചം ഉണ്ടായി. ആകാശം ഉണ്ടായി, ഭൂമി ഉണ്ടായി, ജീവൻ ഉണ്ടായി. ദൈവം തന്റെ വചനത്തിലൂടെ സൃഷ്ടിച്ചു. ഇന്നും ദൈവത്തിന്റെ വചനം ഇരുട്ടിൽ വെളിച്ചം തരുന്നു, നിരാശയിൽ പ്രത്യാശ തരുന്നു, പാപത്തിൽ നിന്ന് മോചനം നൽകുന്നു, ആത്മാവിനെ പുതുക്കുന്നു. ദൈവവചനം ജീവനുള്ളതും ശക്തിയുള്ളതുമാകുന്നു. പ്രയോഗം: ദിവസവും ദൈവവചനം വായിക്കുന്ന വിശ്വാസി ആത്മീയമായി ശക്തനാകും. 3, മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. ഉൽപ്പത്തി 1:27. ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇത് മനുഷ്യന്റെ മഹത്വമാണ്. നാം ഒരു അപകടത്തിന്റെ ഫലമല്ല. നാം ദൈവത്തിന്റെ ആലോചനയിൽ നിന്നുള്ള സൃഷ്ടിയാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും വിലപ്പെട്ടവനാണ്. ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിനായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചത്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി. എന്നാൽ ദൈവം മനുഷ്യനെ ഉപേക്ഷിച്ചില്ല. സമാപനം: ഉൽപ്പത്തി ഒരു നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം സൃഷ്ടാവാണ്. ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയുണ്ട്. മനുഷ്യന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിലും വെളിച്ചം വരുത്താൻ ആഗ്രഹിക്കുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനോടും ഇന്ന് അതേ വാക്ക് പറയുന്നു. ചെറിയ പ്രാർത്ഥന: കർത്താവേ, ലോകത്തെ സൃഷ്ടിച്ച ശക്തനായ ദൈവമേ, എന്റെ ജീവിതത്തിലും നീ പ്രവർത്തിക്കണമേ. ഇരുട്ടുള്ള ഇടങ്ങളിൽ വെളിച്ചം തരയണമേ. തകർന്നതെല്ലാം പുതുക്കേണമേ. നിന്റെ സ്വരൂപത്തിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.